ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത് ഒരു സീ ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് കക്കയിറച്ചി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാൻ വേണ്ടിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ കക്കയിറച്ചി നല്ലപോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറച്ച് പാടാണ്, എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് വേഗം തന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചീനച്ചട്ടിയിൽ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടീസ്പൂൺ അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 2-3 പച്ചമുളക് ഒന്ന് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതും കൂടി നമുക്കൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കേണ്ടതുണ്ട്. അതും കൂടി ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറുതായി കട്ട് ചെയ്ത ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലപോലെ വഴഞ്ഞ് വരാൻ വേണ്ടി മാത്രം കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. കക്കയിറച്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ സവാളയും ടൊമാറ്റോ ഒക്കെ വഴണ്ടി വരാൻ വേണ്ടി മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വരെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി. പിന്നെ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, അതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും മിക്സാവുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതെന്താ വെച്ചാൽ അതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ സെപ്പറേറ്റായി കുക്ക് ചെയ്യാത്ത കക്കയിറച്ചി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ അടച്ച് വെച്ച് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം. കുറച്ച് സമയം അടച്ച് വെക്കുക, പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് ഏകദേശം റെഡിയാവാനായിട്ടുണ്ട്. ഏകദേശം റെഡിയാവാനാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ നീര് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് ഒരു മിനിറ്റും കൂടി അടച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റ് കൂടി വെച്ച് കൊടുത്താൽ മതി. എല്ലാം കൂടി ഇളക്കി കൊടുത്ത് നല്ലപോലെ സെറ്റായി
നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കക്കയിറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ തട്ടുകടയിലും ഹോട്ടലിലും ഒക്കെ കിട്ടുന്ന അതേ റെസിപ്പി തന്നെയാണ് ഇത്. അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. ഇതുപോലെ സെപ്പറേറ്റായി തന്നെ കിട്ടും. എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. ആരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എനിക്ക് ഫീഡ്ബാക്കും അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും.